Okay, dear students, for non-uniform motion, how the average velocity can be calculated from the ST graph we have seen. Average velocity ST graph നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നോക്കിയേ, നോൺ യൂണിഫോം മോഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? നോൺ യൂണിഫോം മോഷന്റെ ST ഗ്രാഫ് ആണ് കർവ്. നോൺ യൂണിഫോംലി മൂവിംഗ് ബോഡിക്ക് ആവറേജ് വെലോസിറ്റി കൂടാതെ വേറെ ഏത് വെലോസിറ്റി ഉണ്ട്? യെസ്, we talk about instantaneous velocity also. Instantaneous velocity ഉണ്ട്. Because രണ്ടും വ്യത്യസ്തമായിരിക്കും. ബട്ട് യൂണിഫോം മോഷൻ അങ്ങനെ ഒരു ഡിഫറൻസ് അല്ല. ഇൻസ്റ്റന്റേനിയസ് തന്നെയായിരിക്കും, ആവറേജും യൂണിഫോം വെലോസിറ്റി ആണ്. സോ ഫോർ നോൺ യൂണിഫോം മോഷൻ, how we can get the instantaneous velocity from ST graph? That is our next session. നമ്മളിവിടെ നോൺ യൂണിഫോം മോഷന്റെ ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാം? ഏതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? See, എന്താ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? Yes, it is the velocity of the body at a particular instant. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈമിലെ വെലോസിറ്റി ആണ് ഏതടെ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി ആ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഏതെന്ന്? ST ഗ്രാഫിൽ നിന്ന്. സോ ST ഗ്രാഫിൽ നിന്ന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഹിയർ ഷോൺ ആൻ ST ഗ്രാഫ് ഓഫ് നോൺ യൂണിഫോംലി മൂവിംഗ് ബോഡി. നോൺ യൂണിഫോം മോഷൻ്റെ ഒരു ST ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്കറിയാം അതെന്തായിരിക്കും ആ ഗ്രാഫിൻ്റെ ഷേപ്പ്? കർവായിരിക്കും അല്ലേ? കർവായിരിക്കും ആ ഗ്രാഫിൻ്റെ ഷേപ്പ് നോൺ യൂണിഫോം മോഷൻ ആകുമ്പോൾ. ഇനി നമ്മൾ ടൈം അലോങ് എക്സ് ആക്സിസും പൊസിഷൻസ് അലോങ് വൈ ആക്സിസും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പർട്ടിക്കുലർ ടൈമിലെ വെലോസിറ്റിയാണ് വേണ്ട. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഒരു ഇൻസ്റ്റൻറ്റിലെ വെലോസിറ്റി. ലെറ്റ് T3, നമ്മളിവിടെ T1, T2, T3, T4 എന്ന് എക്സ് ആക്സിസ് മാർക്ക് ചെയ്തിട്ടില്ലേ? നമുക്ക് T3 സെക്കൻഡിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നിരിക്കട്ടെ. സോ ടൈം ഏതാണ്? T3 സെക്കൻഡ്സ്. T3 സെക്കൻഡിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് വേണം. അപ്പോൾ T3 സെക്കൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ അവിടുന്ന് നമ്മുടെ ഗ്രാഫിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഗ്രാഫിൽ എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ അത് എന്ത് ചെയ്തു? മീറ്റ് ചെയ്തു. മുകളിൽ നിന്നോട്ട് വരച്ചപ്പോൾ ഒരു പോയിന്റിൽ, ഗ്രാഫിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് എന്ത് ചെയ്തിടേ? ചെന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ആ പോയിന്റിൽ, ആ ടൈമിൽ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ വൈ ആക്സിസിലോട്ട് വരച്ചാൽ നമുക്ക് ബോഡി എത്ര ഡിസ്പ്ലേസ് ചെയ്തു എന്ന് അറിയാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട ആ ടൈമിലെ വെലോസിറ്റി എത്രയായിരുന്നു? ആ ടൈമിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ ടാൻജന്റ് ടു ദാറ്റ് പോയിന്റ്. നമ്മളെ കർവിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ? ആ പോയിന്റിൽ എന്ത് വരയ്ക്കുക? ഒരു ടാൻജന്റ് വരയ്ക്കുക. എന്താ ടാൻജന്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 10th സ്റ്റാൻഡേർഡിൽ. വാട്ട് ഈസ് ടാൻജന്റ്? സർക്കിൾസിൻ്റെ ഒക്കെ ടാൻജന്റ് എന്താ? ടാൻജന്റ് ടു എ പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് ദി സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദാറ്റ് പോയിന്റ്. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ മാത്രം പോകുന്നതാണ് എന്ത്? ടാൻജന്റ്. സർക്കിൾസിലെ ടാൻജന്റ് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചു. സോ ഹിയർ നമ്മുടെ ST കർവിൽ എന്ത് ചെയ്യുക? ആ പോയിന്റിനെ മാത്രം ടച്ച് ചെയ്യുന്ന ടാൻജന്റ് വരച്ചു. ഓക്കെ, അപ്പോൾ ടാൻജന്റ് വരച്ചു. ഇനി ആ ടാൻജന്റ് ഉണ്ടല്ലോ, ആ ടാൻജന്റിൻ്റെ സ്ലോപ്പ്, the slope of that tangent will give as the instantaneous velocity. So the instantaneous velocity is the slope of the tangent drawn to that point on the ST curve. ST curve വരച്ച ടാൻജന്റിൻ്റെ സ്ലോപ്പ്. നമ്മളല്ലെങ്കിലും യൂണിഫോം മോഷനിലും വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ സ്ലോപ്പ് എടുത്തു. ഇവിടെ കർവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അങ്ങനെ സ്ലോപ്പ് എടുക്കാൻ പറ്റൂല. അതിൻ്റെ ഒരു ടെക്നിക്കാണ്. കർവിൽ എന്ത് വരച്ചു? ടാൻജന്റ് വരച്ചു. ഇനി ഈ ടാൻജന്റിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഈ ലൈനാണ് ടാൻജന്റ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ആ സ്ലോപ്പ്. സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഈ ടാൻജന്റ് ഹൈപ്പോട്ന്യൂസ് ആകത്തക്ക രീതിയിൽ വി ഹാവ് ടു കൺസ്ട്രക്ട് ആൻ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താ ഞാൻ പറഞ്ഞേ? നമ്മുടെ ഈ ടാൻജന്റ്, ആ ടാൻജന്റ് നമുക്കൊരു പേര് കൊടുക്കാം, എ ബി ആണെന്നിരിക്കട്ടെ ടാൻജന്റ്. ആ AB ഹൈപ്പോട്ടന്യൂസ് ആകത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. എന്താ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? യെസ്, ഒരു ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ബാക്കി രണ്ട് അക്യൂട്ട് ആംഗിൾ. ആ രീതിയിലുള്ള ട്രയാങ്കിളാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മളിവിടെ AB ഹൈപ്പോട്ന്യൂസ് ആകത്തക്ക രീതിയിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഹൈപ്പോട്ന്യൂസും പഠിച്ചിട്ടുണ്ട്. എന്താ ഹൈപ്പോട്ന്യൂസ്? ഇറ്റ് ഈസ് ദ സൈഡ് ഓപ്പോസിറ്റ് ടു ദി റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ആംഗിൾ. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ സൈഡാണ് ഹൈപ്പോട്ടന്യൂസ്. സോ AB ഹൈപ്പോട്ടന്യൂസ് ആകത്തക്ക രീതിയിൽ നമ്മളുടെ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ആൻഡ് ദ നെയിം ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ട്രയാങ്കിൾ ABC. ഇപ്പൊ നോക്കിയേ, AB അല്ലേ ഹൈപ്പോട്ടന്യൂസ്? ഓക്കെ, ഇനി AB ഹൈപ്പോട്ടന്യൂസ് ആക്കിയതിന് ശേഷം നമ്മൾ ABയും താഴത്തെ സൈഡ് കണ്ടോ AC-യും കൂടെ തമ്മിലൊരു ആംഗിൾ മാർക്ക് ചെയ്തു, തീറ്റ. ആംഗിൾ ബിറ്റ്വീൻ AB ആൻഡ് AC ഈസ് തീറ്റ ആംഗിൾ മാർക്ക് ചെയ്തു. ഓക്കെ,
അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ടാൻജൻറ്റിനെ ഹൈപ്പോട്ടന്യൂസ് ആക്കി റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ABC വരച്ചു. ദെൻ അതിൽ ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. ഇനി സ്ലോപ്പ് ഓഫ് ദിസ് ടാൻജൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്ത ആംഗിളില്ലേ, ആ ആംഗിളിൻ്റെ ടാൻ തീറ്റ. എന്താ ടാൻ തീറ്റ? ട്രിഗണോമെട്രിക് റേഷ്യോസിൽ നമ്മൾ പഠിച്ചു സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. എന്താണ് ടാൻ തീറ്റ? എന്താ ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് ടാൻ തീറ്റ അല്ലേ? സോ നമ്മുടെ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്താ ടാൻ തീറ്റ നോക്കി. ഇവിടെ ഏതാ ഓപ്പോസിറ്റ് സൈഡ്? BC. ഓപ്പോസിറ്റ് സൈഡ് BC ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഏതാ അഡ്ജസൻറ്റ് സൈഡ്? തീറ്റയ്ക്ക് അടുത്തുള്ള സൈഡ് ഏതാ? റൈറ്റ് ട്രയാംഗിളിൽ തീറ്റയ്ക്ക് അടുത്തുള്ള സൈഡ് ഏത് വരും? AC. സോ BC by AC and tan theta which is equal to BC by AC is the slope of this curve, slope of this tangent. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു BC ഡിവൈഡഡ് ബൈ AC. ഏതൊരു ST കർവിൻ്റെയും ഏതൊരു പോയിന്റിലെയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സിംപ്ലി നമ്മൾ ആ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുക, അതിനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? BC by AC ആംഗിൾ മാർക്ക് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എടുക്കുമ്പോൾ we will get the instantaneous velocity. ഇനി നമ്മൾ എങ്ങനെ BCയും ACയും കണ്ടുപിടിക്കും? See, the length corresponds to BC in the y-axis. The length corresponds to BC in the y-axis is shown here. And similarly, AC also shown with the braces. So, the instantaneous velocity of a body in non-uniform motion can be obtained from ST graph by taking the slope of the tangent drawn at that point. So that is the instantaneous velocity. നമ്മളൊരു ST ഗ്രാഫിലെ ഒരു പോയിന്റിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ആ പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കുക, ടാൻജന്റ് വരച്ചിട്ട് ടാൻജന്റിന്റെ സ്ലോപ്പ് എടുക്കുക. That slope will give us the instantaneous velocity. So in this way, the instantaneous velocity of the body at any point we can find out from the ST graph. And see my dear children, നമ്മളിവിടെ വരച്ചേക്കുന്നത് നോൺ യൂണിഫോം മോഷൻ്റെ ST ഗ്രാഫാണ്. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഇൻ നോൺ യൂണിഫോം മോഷൻ ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റി എന്തല്ലേ? സെയിം അല്ല. അതുകൊണ്ടാണല്ലോ നോൺ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞത്. ആൻഡ് ഓൾസോ ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് നോട്ട് ഈക്വൽ ടു ദി ആവറേജ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആവറേജ് വെലോസിറ്റിക്ക് ഈക്വലും അല്ല. ഇനി യൂണിഫോം മോഷനിലാണെങ്കിലോ, യൂണിഫോം മോഷനിൽ വെലോസിറ്റി വേരി ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി. ദെൻ ഇനി ഞാൻ പറയാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് എൻട്രൻസ് പോയിന്റ് ഫ്രം ദിസ് സെഷൻ, ആൻഡ് ഇറ്റ് ഈസ് in a motion if instantaneous velocity is equal to average velocity, it is uniform motion. And in a motion if instantaneous velocity is not equal to average velocity, it is non-uniform motion. Means നമുക്കൊരു മോഷൻ തന്നിട്ടുണ്ട്, അതിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആണെങ്കിൽ അത് ഏത് മോഷനാണ്? യൂണിഫോം മോഷൻ. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ അല്ല, രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ഏതാണ്? നോൺ യൂണിഫോം മോഷൻ ആണ്. ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് എൻട്രൻസ് പോയിന്റ് ഫ്രം ദിസ് സെക്ഷൻ. നൗ വി ആർ മൂവിങ് ടു ദി VT ഗ്രാഫ്, സെക്കൻഡ് സെഷൻ ഓഫ് ദി ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് മോഷൻ. സെക്കൻഡ് സെഷൻ ഓഫ് ദി ഗ്രാഫ്, ദാറ്റ് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരച്ചതുപോലെ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ വെലോസിറ്റിക്ക് വിയും ടൈമിന് ടിയും എന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് VT ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ VT ഗ്രാഫ് വരയ്ക്കാൻ അഗൈൻ ഹിയർ ഓൾസോ വി നീഡ് 2 ആക്സിസ്. എന്നിട്ട് നമ്മുടെ 2 വേരിയബിളിനെ 2 ആക്സിസിലോട്ട് റെപ്രസെൻ്റ് ചെയ്യണം, ഇതൊക്കെ വേണം. സോ ഫോർ ഡ്രോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് വി നീഡ് എ ഡേറ്റ മോഷൻ. നമുക്കപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുമ്പോൾ അഗൈൻ വി ക്യാൻ ടേക്ക് 2 ടൈപ്പ് ഓഫ് മോഷൻ. ഏതൊക്കെയാണ്? യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷൻ. ഫർദർ വി ആർ മൂവിങ് വിത്ത് ദ എക്സാമ്പിൾ ഓഫ് അവർ കാർ. നമ്മുടെ കാറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുവാണ്. അപ്പോൾ ആ കാറിൻ്റെ എക്സാമ്പിളിൻ്റെ ST ഗ്രാഫ് വരച്ച ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ട ST ഗ്രാഫ് വരച്ച ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. അതിലെന്തും കൂടെ കണ്ടുപിടിച്ചാൽ മതി? വെലോസിറ്റിയും കൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ആ ഡേറ്റയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. സി ടൈം, ഡിസ്പ്ലേസ്മെൻറ്റ്, മൂന്നാമതൊരു കോളം കൂടെ കൊടുക്കാം. എന്താ? വെലോസിറ്റി. അപ്പോൾ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. നോക്കിയേ, 0 0 ആകുമ്പം നോ മൂവ്മെൻറ്റ്, വെലോസിറ്റി 0. രണ്ടാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 4, അപ്പോൾ വെലോസിറ്റി എന്ത് വരും ഇവിടെ? 4/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് നാലാമത്തെ സെക്കൻഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 8, സോ 8/4, 2 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ എല്ലാ
ടൈമിലെയും ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ നോക്കി നമ്മുടെ ടേബിളിൽ ഹൗ ഈസ് ദ വെലോസിറ്റി? വെലോസിറ്റി ഈസ് യൂണിഫോം. നമുക്കറിയാം യൂണിഫോം മോഷനാണ്, വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്കിതിൻ്റെ VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. V for velocity and T for time. As earlier, here we have two axes, x-axis and y-axis, and our data. നമ്മുടെ ഡേറ്റയും കയ്യിലുണ്ട്. ഇനി നമുക്കറിയാം, we will take time along the x-axis and velocity along the y-axis. x-axisൽ ടൈമും y-axisൽ വെലോസിറ്റിയും എടുക്കും. ഇനി നോക്കിയേ, നമ്മുടെ ടേബിളിൽ നോക്കിയേ, ടൈം എങ്ങനെയാ വന്നേക്കുന്നേ? 0, 2, 4, 6, 8 അല്ലേ? ഇനി വെലോസിറ്റി നോക്കിയേ, വെലോസിറ്റി നമ്മുടെ ടേബിളിൽ എങ്ങനെയാ? 2. ഒറ്റ വാല്യൂ വെലോസിറ്റിക്ക് ഉള്ളൂ അല്ലേ? എങ്കിൽ നമ്മളിങ്ങനെ 0, 2, 4, 6 എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? സ്കെയിൽ മാർക്ക് ചെയ്യും. വൈ ആക്സിസിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്യും. ഇനി ഓരോ ടൈമിലെയും വെലോസിറ്റി ഒന്ന് ഡോട്ട് ചെയ്തേ. ഓരോ ടൈമിലെയും വെലോസിറ്റി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, നാലാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്, ആറാമത്തെ സെക്കൻഡിൽ വീണ്ടും 2 മീറ്റർ പെർ സെക്കൻഡ്, എട്ടാമത്തെ സെക്കൻഡിൽ 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നോക്കിയേ, സി ഹിയർ how the velocity time graph of this data. See, it is a straight line parallel to the time axis. How you got the velocity time graph? It's a straight line parallel to the time axis. നമുക്ക് യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ കിട്ടിയടേ? നമ്മുടെ ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ. എന്ന് വെച്ചാൽ എല്ലാ ടൈമിലും, എല്ലാ ടൈം ഇൻ്റർവെൽസിലും വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് വെലോസിറ്റിക്ക് ഒരു വ്യത്യാസമല്ല, നമുക്കൊരു പാരലൽ ലൈൻ കിട്ടി അല്ലേ? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. നമുക്കറിയാം എന്താ നമ്മുടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലേ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. ഇനി നമ്മുടെ ഗ്രാഫിൽ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ പോർഷൻ നമുക്കൊന്ന് നെയിം ചെയ്യാം. സോ വി ക്യാൻ നെയിം OABC. അത്രയായിരിക്കും. ഇനി വീണ്ടും നമ്മളെ ഇക്വേഷനിലോട്ട് പോവുകയാണ്. എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 2 ഇൻറ്റു ടൈം എത്രയാ? ടോട്ടൽ ടൈം ഫോർ ദ ജേണി. ടോട്ടൽ ടൈം ഫോർ ദ ജേണി എത്രയാ? നമ്മുടെ ടേബിളിലോട്ട് നോക്കിയേ, 8 സെക്കൻഡ്സ്. 2 × 8 ഈസ് ഈക്വൽ ടു 16 മീറ്റർ. അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ പറയുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 16 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 16 മീറ്റേഴ്സ് എന്ന് കിട്ടി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. നമ്മുടെ ഈ വെലോസിറ്റി ഗ്രാഫിൽ ഏത് മെഷർമെന്റിൽ എത്ര ലെങ്ത് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്? ഈ വെലോസിറ്റി 2 എന്ന് പറയുന്നതിനെ ഗ്രാഫിലെ ഏതെങ്കിലും ഒരു ലെങ്ത് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമോ? 2 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏത് ലെറ്റർ കൊടുത്തിട്ടുണ്ട്? A. അങ്ങനെയാണെങ്കിൽ ആ 2 ലെങ്തിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? OA. 2 ലെങ്തിന് പകരം നമുക്ക് എങ്ങനെ എഴുതാടെ? 2 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതിന് പകരം എന്തെന്ന് എഴുതാം? OA. റൈറ്റ്. അതുപോലെ 8ന് പകരം നമുക്ക് എത്ര എടുക്കാം? ലെങ്ത് SOC. അപ്പൊ നോക്കിയേ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OC എന്ന് വന്നല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OC. If you are considering OABC as a rectangle, ഈ OABCനെ നമ്മളൊരു റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ, what is OA into OC? OA is the breadth of the rectangle and OC is the length of the rectangle. അല്ലേ? OA എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്തും OC എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ലെങ്തുമാണ്. അങ്ങനെയാണെങ്കിൽ here we can write breadth into length. എന്താ? ഒരു റെക്ടാങ്കിളിന്റെ breadth into length or length into breadth. Yes, it is the area of the rectangle OABC. എന്താണ്? It is the area of the rectangle OABC. What does it mean? See, left side എന്താ? Displacement. So the displacement of the body is equal to area of the rectangle OABC. That rectangle നമുക്ക് എങ്ങനെയാ കിട്ടിയേ? നമ്മുടെ ഗ്രാഫ്, നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ AB എക്സ് ആക്സിസും കൂടെ എൻക്ലോസ് ചെയ്ത്, സ്ട്രെയിറ്റ് ലൈൻ ABയും എക്സ് ആക്സിസും കൂടെ എൻക്ലോസ് ചെയ്തപ്പോൾ ഉണ്ടായ ഏരിയ അല്ലേ OABC എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. സോ ഹിയർ ദ ഏരിയ അണ്ടർ ദി ഗ്രാഫ് AB or area under VT graph, area under the
VT graph is the displacement. So we can conclude that the area under the velocity time graph gives us the displacement. അതാണ് velocity time graphന്റെ ഒന്നാമത്തെ use. The velocity time graph, the area under the velocity time graph gives us the displacement of the body. So that's about the velocity time graph.